അടുത്ത ആയത്തിനോട് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഫലാ തൻസ ഇല്ല മാഷാ അല്ലാഹ്. അവിടെ മദ് മുൻഫസിൽ ജായിസാണ്. ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യാവുന്ന അനുവാദമുള്ള ദീർഘമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഖഫിൽ ഒരു കാരണവശാലും ആ ദീർഘം നൽകരുത്. സനുഖരിഉക ഫലാ തൻസ. അടുത്ത വചനത്തിൽ മാഷാ എന്ന മുത്തസിൽ വാജിബ് നിർബന്ധമായും ദീർഘിപ്പിക്കുക. യഅലമു അൽ ജഹ്റ വമാ യഖ്ഫ, ഈ സുക്കൂനുകളെ ശ്രദ്ധിക്കുക. ജഹ്റ യഖ്ഫ എന്ന് സുക്കൂനിന് ഹർക്കത്ത് പോലെ ചലനം വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓതാം. ഇല്ലാ മാഷാ അല്ലാഹ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അടുത്ത വചനത്തിലെ 2 റാവും തഫ്ഖീമോട് കൂടി ഉച്ചരിക്കുക. വനുയസ്സിറൂക ലിൽ യുസ്റാ. റു റാ, ഈ 2 റാവും വലുതാക്കി തഫ്ഖീമോട് കൂടി പെരുപ്പിച്ചുച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കൂ. വനുയസ്സിറൂക ലിൽ യുസ്റാ. അടുത്ത വചനത്തിലെ റാ തർക്കീഖിൻ്റെതാണ്. ഫദക്കീർ എന്ന റാ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ചുച്ചരിക്കുക. ഫദക്കീർ ഹുക്മ് നാം പഠിച്ചു കഴിഞ്ഞതാണ്. സുക്കൂൻ ഉള്ള റാ തൊട്ടു മുമ്പിൽ കസ്ർ വന്നു. ഇന്നഫഅതി ദിക്റ, ആ റായിനെ തഫ്ഖീം ചെയ്യുക, പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഫദക്കിർ ഇന്നഫഅതി ദിക്റ. അടുത്ത വചനത്തിലെ റാ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. സയദക്കറു, റു എന്ന് വലുതാക്കി പറയണം. മൻ യഖ്ഷ ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിച്ചുച്ചരിക്കുക. ആ നൂനിനെ യായിലേക്ക് ഭാഗികമായി ലയിപ്പിക്കുക. മൻ യഖ്ഷ. സയദക്കറു മൻ യഖ്ഷ. അടുത്തതിലെ വയതജന്ന, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വയതജന്നബുഹൽ അഷ്ഖാ. അടുത്ത വചനത്തിലും വസ്ലിൻ്റെ ഹംസ കൊണ്ട് തുടങ്ങുന്നു. ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ഹംസയെ ഒഴിവാക്കണം. ويتجنبها الأشقى الذي يصلى النار الكبرى. الأشقى الذي, അങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്. നമുക്ക് മുറിച്ച് തന്നെ വായിക്കാം. الذي يصلى النار الكبرى. അടുത്ത ആയത്തിലെ മീമിനെ മണിക്കുക, ശ്രദ്ധിക്കുക. ثم لا يموت فيها ولا يحيا. അടുത്ത വചനത്തിലെ ദാല് ഖൽഖലത്ത് നൽകണം. ഖദ്, എന്നാൽ അഫ്ലഹ ഫായിന് ആ ചലനം വരരുത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുതുബുജദ് ഖാഫ് ത ബ ജീം ദാൽ എന്ന ഖൽഖലത്തിൻ്റെ 5 അക്ഷരങ്ങൾക്ക് മാത്രമേ സുക്കൂൻ വരുമ്പോൾ ഹർക്കത്ത് പോലെ ചലിപ്പിക്കാൻ പാടുള്ളൂ. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ചലനം വരാൻ പാടില്ല. ഖദ് അഫ്ലഹ മൻ തസക്ക. അടുത്ത വചനത്തിലെ റാ തഫ്ഖീം ചെയ്യുക. وذكر اسم ربه فصلى.